അങ്ങനെ ബി.ജെ.പി. അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുകയാണെന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ളൊരു ചർച്ചകളും ഉയരുന്നുണ്ടല്ലോ അതേസമയം. അതെ, അതിനോട് അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെയുണ്ടോ അത് ഉണ്ടാക്കി പറയുകയല്ലല്ലോ. ഇങ്ങനൊരു സംഗതി അവിടെ ഉണ്ടെങ്കിൽ അത് ആളുകൾ പറയില്ലേ. ഇപ്പോൾ ഹിന്ദുക്കളാണെന്ന് നോക്കിയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ മുസ്ലിം അല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം കൊല്ലുക, അങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർ പറയില്ലേ. അവിടുത്തെ ദൃക്സാക്ഷികളല്ലേ ഇതൊക്കെ പറഞ്ഞത്, അനുഭവിച്ചവരല്ലേ പറയുന്നത്, അല്ലാതെ ബി.ജെ.പി. പോയി പറഞ്ഞതല്ലല്ലോ. രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. അതിനിടെ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുക? അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഇന്നലെയോ മറ്റോ ആണെന്ന് തോന്നുന്നു, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ചെയ്ത ഒരു ട്വീറ്റ് പാകിസ്ഥാൻ്റെ മുൻ മന്ത്രിയോ മറ്റോ റീട്വീറ്റ് ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു. ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതായത് മുംബൈ ആക്രമണം നടത്തിയത് മൊസാദ്, RSS, CIA അച്ചുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പല ആളുകളും പറഞ്ഞ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ രാജ്യം എന്താണോ, ഏത് നിലപാടിലാണോ നിൽക്കുന്നത്, ആ നിലപാടിനെ മോശമാക്കുന്ന വിധത്തിൽ, അതിനെ ദുർബലമാക്കുന്ന വിധത്തിലാണ് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇത്തരം പ്രസ്താവനകളെ കൊണ്ട് സാധിക്കുക, ദുർബലമാക്കും എന്നുള്ളതാണ് അവസാനം സംഭവിക്കുക. അതിനൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ പടച്ചുവിടുന്നവരുടെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയവാദത്തിൽ അധിഷ്ഠിതമായൊരു പ്രസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. കാര്യം ഓരോ സമയവും ഇപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി 2016. അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനെ സംശയിക്കുന്ന ഒരു പ്രതീതി അന്ന് തെളിവ് ചോദിച്ചു. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി പറയുന്നത് പോരാ, അത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന് തെളിവ് എവിടെ? ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിൽ നമ്മൾ ചെയ്തത്, പ്രഖ്യാപിച്ചത് സൈന്യമാണ്, നമ്മുടെ ഫോഴ്സാണ് പറഞ്ഞത്. അതിലും സംശയമാണ്. എവിടെ? കുറേ പൈൻ മരങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതായത് പാകിസ്ഥാൻ എന്തു പറഞ്ഞോ അത് തന്നെ ഏറ്റുപറയുന്ന ഒരു സ്വഭാവം നമ്മുടെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ പല നേതാക്കളും ചെയ്തു. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും സംശയിക്കല്ല, ഒപ്പം നിൽക്കേണ്ടതാണെന്ന തരത്തിൽ ശശി തരൂർ ഒരു പ്രസ്താവന ഇറക്കി. പക്ഷെ അതിനെതിരെ വരെ കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ് ചെയ്തത്. അല്ല, ഇതിലിപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ നമുക്ക് എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നതെന്നൊരു ചിന്ത വേണം. ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അധികാരം കിട്ടണ്ടേ? ഇന്ത്യയിലെ അധികാരം ഈ ദേശീയതയ്ക്കും രാഷ്ട്രത്തിൻ്റെ സൈനിക സംവിധാനങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച് എന്ന് ഇന്ത്യയിൽ അധികാരം നേടുമെന്നാണ്? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കാർ അതിനെ ഒരിക്കലും അനുകൂലിക്കില്ല. അതിന് എന്തൊക്കെ സംഭവിച്ചാലും രാഷ്ട്രത്തിൻ്റെ ആ ഒരു അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ കൂടെ എന്നും ഇന്ത്യക്കാർ നിലനിന്നിട്ടുള്ളൂ, അല്ലാതെ മാറി നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വലിയൊരു ഭരണത്തിലുണ്ടായിരുന്ന പല പാർട്ടികളും തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ നിലപാടുകൾക്ക് ദൗർബല്യം ഉണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെയുള്ള ഇത്തരം പ്രസ്താവനകൾ സഹായിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പാകിസ്ഥാനെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. പണ്ട് പാകിസ്ഥാനിൽ പോടാ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇത്തരം ആളുകൾ പാകിസ്ഥാനിൽ പോകുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. കാര്യം നമ്മുടെ സൈനികർ, എത്രത്തോളം സൈനികരുടെ വീരമൃത്യുവിലൂടെയാണ് നമ്മളിന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. കാര്യം ഇപ്പോൾ ഒരു ആക്രമണം നടന്നു, എത്ര ആക്രമണങ്ങൾ തടഞ്ഞിട്ടുണ്ടാവും? ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറയുന്നു, പക്ഷേ എത്ര ആക്രമണങ്ങൾ തടഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ ഒരാക്രമണമെങ്കിലും നടക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട്. പക്ഷേ ഈ തടയുന്ന ആക്രമണങ്ങളെപ്പറ്റി നമ്മൾ അറിയുന്നില്ല. ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നിലപാടുകളുള്ളവർ യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോവുകയാണ് വേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് അവർ പോകേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.